ഹലോ, 2025 നാം പ്രവേശിക്കുകയാണ്. ഫോണിൽ എൻ്റർടൈൻമെൻറ്റ് കാണാനും ന്യൂസ് കാണാനുമായിട്ട് ടി വിയുടെ മുന്നിലും ഫോണിൻ്റെ മുമ്പിൽ നിന്ന് ഏറ്റുപോകാത്ത ആളുകൾ അവരുടെ ജീവിതത്തെ, അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തെയും അവരുടെ നിത്യമായ ജീവിതത്തെയും ഗൗരവമായി ബാധിക്കുന്ന, നിത്യമായ അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ആത്മീയ സത്യങ്ങൾ അവരോട് പറയുമ്പോൾ കേൾക്കുവാൻ താല്പര്യമില്ലെങ്കിൽ വളരെ ദുഃഖത്തിൽ ചിലപ്പോൾ ജീവിതം അവസാനിച്ചേക്കാം. അതുണ്ടാകാതിരിക്കുവാൻ പ്രയോജനമുള്ള ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ദൈവവുമായി ഒരു ബന്ധമുണ്ടാക്കുന്നതെന്ന്. ഇന്ന് നാം പറയാൻ പോകുന്നത് അതിൻ്റെ വിശദീകരണമാണ്. ഒന്ന്, നമ്മുടെ പുതിയ തീരുമാനമെടുക്കുന്നത് നമ്മളെന്ന വ്യക്തിക്ക് 3 ഭാഗങ്ങളാണുള്ളത്: ആത്മാവ്, മനസ്സ്, ശരീരം. ആത്മാവിൻ്റെ ഭാഗത്തിൽ നാം എന്താണ് പ്രധാനമായും ചെയ്യേണ്ടത് എന്നുള്ളതും, മനസ്സിൻ്റെ കാര്യത്തിലും ശരീരത്തിൻ്റെ കാര്യത്തിലും നാം എന്താണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരോഗ്യകരമായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് തീരുമാനമെടുക്കണമെന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, ജീവിതത്തിന് ഗുണം ചെയ്യും. മധുരപലഹാരങ്ങൾ മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് ദോഷമാണത്. കുറച്ച് കട്ടിയുള്ള ആഹാരവും കഴിക്കണം. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നാളെയുള്ള വലിയ ദുഃഖങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ചില സത്യങ്ങൾ ഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിത്യമായ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സഹായിക്കും. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖമാണ് അവൻ്റെ റിഗ്രറ്റ് എന്ന് പറയുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ കഴിയാത്തതിൽ ദുഃഖം. അപ്പോൾ സമയത്ത് ബോധമുണ്ടാകാത്തതുകൊണ്ടാണ്, ബോധമുണ്ടായാൽ തന്നെ അതിന് ഗൗരവം കൊടുക്കാത്തതുകൊണ്ടാണ് ആ ദുഃഖത്തിലേക്ക് പതിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിലും മനസ്സിൻ്റെ കാര്യത്തിലും ശരീരത്തിൻ്റെ കാര്യത്തിലും നമ്മൾ പഠിക്കേണ്ടത് പഠിച്ചാൽ, ചെയ്യേണ്ടത് ചെയ്താൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമാകും. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുവാനായിട്ടുള്ള നോ പെയിൻ നോ ഗെയിൻ. നമ്മൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കുവാനുള്ള പെയിൻ ഒരിക്കലും നഷ്ടമല്ല, അത് നിത്യമായ ഒരു നേട്ടമാണ്. നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യത്തിൽ അത് ശരിയാണ്. അപ്പോൾ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. യേശുക്രിസ്തു പറഞ്ഞു, തന്നിൽ വിശ്വസിച്ചവരോട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വാസ്തവമായും എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ വിശ്വസിക്കുന്നവരായ അനേക ആളുകളുണ്ട്. ക്രിസ്തുവിൽ ഒരു മതാചാരത്തിൻ്റെ ഭാഗമായിട്ട്, സാമൂഹ്യ സോഷ്യൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പള്ളിയിൽ പോകുന്നവരുണ്ട്. എന്നാൽ ദൈവത്തെ വിശ്വസിച്ചു പള്ളിയിൽ പോകുന്നവരുമുണ്ട്. ആ വിശ്വസിച്ചവരായ ആളുകളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇന്ന് പള്ളിയിൽ പോകുന്ന ആളുകളിൽ, അത് പാരമ്പര്യ പള്ളികളിലാകട്ടെ അല്ലാത്ത വീണ്ടും ജനിക്കപ്പെട്ടവരുടെ സഭകളിലാകട്ടെ, പോകുന്ന ആളുകളിൽ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ഗതിക്കുന്നത് അവരൊരിക്കൽ അവരുടെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു പള്ളിയിലേക്ക് വരുന്നു, അല്ല ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു അനുഭവമില്ലാതെ തന്നെ ജന്മനാ അവർ ഒരു പള്ളിയിൽ പോകുന്നു. അവർ ചിന്തിക്കുന്നത് അവിടുത്തെ അച്ഛനോ അവിടുത്തെ പാസ്റ്ററോ അവരുടെ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവിടെ ഇരുന്ന് കൊടുത്താൽ, ഞായറാഴ്ച ചെന്ന് ദിവസങ്ങളിലോ ഞായറാഴ്ചയോ അവിടെ ചെന്ന് ഇരുന്ന് കൊടുത്ത് അവർക്ക് വേണ്ട പിരിവും കൊടുത്ത് അവർ പറയുന്ന ചട്ടങ്ങൾ ആചരിച്ചു കഴിഞ്ഞാൽ മതിയെന്നാണ്. ഇതൊരു അബദ്ധ ആശയമാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വ്യക്തമായി അറിയേണ്ടത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ്. ഒരു മനുഷ്യനും, ഒരു ഇടനിലക്കാരനും ദൈവത്തിനും മനുഷ്യനും മധ്യയില്ല. ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒരു പാസ്റ്റർക്കോ ഒരച്ഛനോ നിൽക്കാൻ കഴിയില്ല. ദൈവത്തിനും മനുഷ്യനുമായ മധ്യസ്ഥനായ ഏക മധ്യസ്ഥൻ ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളും ക്രിസ്തുവും തമ്മയുടെ ഇടയ്ക്ക് ഒരു മധ്യസ്ഥനുമില്ല, ഒരിടനിലക്കാരനുമില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾക്കും മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളെ പരിശുദ്ധാത്മാവ്
ദൈവവചനവും പരിശുദ്ധാത്മാവുമാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്, വേറെ ആരുമല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ പള്ളിയിലെ ആചാരങ്ങൾ അനുഷ്ഠിച്ച് അങ്ങനെ പോയാൽ പോരാ. കാരണം ക്രിസ്തു തന്നെ പറഞ്ഞു, അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. മറിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ വാസ്തവമായി എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയും. ഈ വിശ്വസിച്ചവരുടെ അടുത്തേക്ക് വിശ്വസിച്ചവർക്ക് ദൈവം നൽകുന്നതാണ് തൻ്റെ വചനം. ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ പഠിച്ച് ഈ സത്യം നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ സത്യങ്ങൾ തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകുകയാണ്. അത് നമ്മൾ വിശ്വസിക്കുകയും അത് നമ്മൾ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുകയും ഒബേ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ബൈബിളിലെ ദൈവിക സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ 1 നൂറ്റാണ്ട് മുഴുവൻ പള്ളിയിൽ പോയിട്ടും പ്രയോജനമില്ല. ഒരിക്കലൊരു ദൈവിക അനുഭവം, രക്ഷയുടെ അനുഭവം ഉണ്ടായെങ്കിലും പിന്നീട് ഏതെങ്കിലും സഭയിൽ പോയി ചുമ്മാ ഇരുന്ന് കൊടുത്ത് ജീവിതത്തിൽ പിന്നെ യാതൊരു മാറ്റവുമില്ലാതെ പിന്നോക്കം യഥാർത്ഥത്തിൽ ആത്മീയമായ മുന്നേറ്റത്തിന് പകരം പിന്മാറ്റമാണ് അവരുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഒരനുഭവം ഉണ്ടായെങ്കിലും പിന്നീട് അവർ ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞ് ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഹിതത്തിൽ നടക്കുവാൻ തയ്യാറാകുന്നില്ല. ഏതെങ്കിലും പള്ളിയിൽ പോയി പിന്നീട് ഇരുന്ന് കൊടുത്ത് ആചാരത്തിൻ്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും അങ്ങനെ വ്യക്തിപരമായ ഒരു ദൈവാനുഭവമോ ദൈവസമർപ്പണമോ ഉണ്ടാകുന്നുമില്ല. അവർ ജനിച്ച ഒരു പള്ളിയിലായതുകൊണ്ട് ആ പള്ളിയിൽ പോകുന്നു മരിക്കുന്നത് വരെ. ഇതൊന്നും നിങ്ങളെ നിത്യരക്ഷയ്ക്ക് കാരണമാക്കുകയില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യമായി ദുഃഖിക്കേണ്ടി വരും. അത് നിങ്ങൾ അറിയുവാൻ, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാൻ ഈ വർഷം ബൈബിൾ വ്യക്തിപരമായി മനസ്സിലാക്കുവാൻ വേണ്ടി വായിക്കാൻ തുടങ്ങാം. നിങ്ങളുടെ പള്ളിയിലെ ഏത് പള്ളിയാണേലും ഏത് സഭയാണെങ്കിലും നിങ്ങളുടെ അവിടുത്തെ പഠിപ്പീരനുസരിച്ചല്ല, ദൈവമേ സത്യം എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ സത്യം അന്വേഷിക്കുന്നവൻ സത്യം കണ്ടെത്തും. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം സത്യം അറിയുവാനുള്ള ആഗ്രഹമാണെങ്കിൽ, അറിഞ്ഞനുസരിക്കുവാൻ രക്ഷപ്പെടുവാനുള്ള ആഗ്രഹമാണെങ്കിൽ ദൈവം അത് കണ്ടിട്ട് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക സത്യങ്ങൾ ബൈബിൾ വ്യക്തിപരമായി വായിച്ച് മനസ്സിലാക്കി അതനുസരിക്കുവാനുള്ളതാണ്. അതിന് വചനവും പരിശുദ്ധാത്മാവും നിങ്ങളെ സഹായിക്കും. അതാണ് ആത്മീയമായി നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മറൊരു വശമാണ് പാപത്തിൽ നിന്നുള്ള വിടുതൽ, സ്വാതന്ത്ര്യം. പാപം നിങ്ങളെ കൊല്ലുകളയും. ഏത് പാപമാണേലും അത് ആ പാപ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെയും ബോധമുണ്ട് പല പാപത്തെക്കുറിച്ച്. നിങ്ങൾ മദ്യപാനമാകാം, അല്ലാത്ത കോപമാകാം, ഏത് പാപമാണെന്ന് നിങ്ങൾക്കറിയാം. വ്യഭിചാരമാകാം. അപ്പോൾ ആ പാപത്തിൽ നിന്നുള്ള രക്ഷ, പാപം സാത്താനാണ് ഈ പാപത്തിൽ നിങ്ങളെ അടിമയാക്കുന്നത്. നിങ്ങളെ നിത്യമായ നാശത്തിന് അത് കാരണമാകും. പാപത്തിൻ്റെ ശമ്പളം മരണം. എന്നാൽ ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ അത്യന്താപേക്ഷിതമാണ്. യേശു വന്നത് തന്നെ നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. നിങ്ങളെയും എന്നെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാനായി അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കൊണ്ട് അവൻ യേശു എന്ന പേര് വിളിക്കും. പാപത്തിൽ നിന്ന് രക്ഷ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അടുത്ത് വരുന്നവൻ അവൻ പാപം ഉപേക്ഷിച്ച് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. ഇത് സുപ്രധാനമാണ്. ഏത് സഭയിൽ പോയാലും നിങ്ങൾ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അതുകൊണ്ട് പാപത്തിൽ നിന്നുള്ള വിടുതൽ. അപ്പോൾ വചനത്തിലൂടെ സത്യം ഗ്രഹിക്കുക, ആ സത്യത്തെ സമർപ്പിക്കുക, രണ്ടാമത് പാപത്തിൽ നിന്ന് രക്ഷ നേടുക. അതിനായി ജീവിതത്തെ ഈ വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനായൊരു സമർപ്പണമുണ്ടാകുക. ഇതാണ് ആത്മാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിരന്തരമായ വചനധ്യാനത്തിലൂടെ മെഡിറ്റേറ്റ് ചെയ്ത് ആ മനസ്സിലാക്കുക ഒന്നാമത്. രണ്ടാമത് ആ വചനം മനസ്സിലാക്കിയ വചനം വിശ്വസിച്ച് അതിനെ അനുസരിക്കുക. അപ്പോൾ അത് വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് അനുഭവിക്കുവാൻ സാധിക്കും. അനുസരിക്കേണ്ട കാര്യങ്ങളാണ്, അനുസരിക്കാൻ സാധിക്കും. രണ്ടാമതായി നിങ്ങളുടെ മനസ്സിൻ്റെ കാര്യം, മാനസികമായ സന്തോഷം നിങ്ങൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു.
യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ്. അത് നിങ്ങളുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും. അപ്പോൾ നിങ്ങൾ മാനസികമായി നീറിപ്പുകഞ്ഞ് അസ്വസ്ഥതയോടെ ജീവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെക്കുറിച്ചും ഉള്ള വിരോധത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ മനസ്സ് നീറി നിരാശയിലാണ് കഴിയുന്നതെങ്കിൽ, നിങ്ങൾ ആകുലതയിലാണ് കഴിയുന്നതെങ്കിൽ അത് നിങ്ങളെ കൊന്നുകളയും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങൾ രോഗത്തിനടിമയാക്കി മാറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ ദിവസവും അന്നത്തെ ദിവസത്തിന് അന്നത്തെ ആകുലത മതി, അന്നത്തെ വിഷയങ്ങൾ മതി, നാളത്തെ ഓർത്ത് ആകുലപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ സമയത്തെ എൻജോയ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും പഠിക്കേണ്ടതുണ്ട്. കാരണം ഇന്നെന്ന് പറയുന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്നലത്തെ കഴിഞ്ഞു പോയി, ഇറ്റ്സ് ഓൺലി എ ഹിസ്റ്ററി. നാളത്തെ വന്നിട്ടില്ല. നാളെ എന്ന് പറയുന്ന ഒന്നുമില്ല, ഇന്നുകൾ മാത്രമാണുള്ളത്. ഇന്നുകൾ മാത്രമാണുള്ളത്, ഇപ്പോഴത്തെ സമയമാണുള്ളത്. ഇപ്പോഴാണ് രക്ഷയുടെ ദിവസം. ഈ സമയത്തെ നമുക്ക് പരമാവധി എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക, സമാധാനം അനുഭവിക്കുക. ദൈവം ബൈബിളിൽ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടരുത്, ആകുലപ്പെടരുത്. ഇത് രണ്ടും സാത്താൻ്റെ തന്ത്രങ്ങളാണ് മനസ്സിലാക്കുക, ഭയവും ആകുലതയും. അപ്പോൾ പുതിയ വർഷത്തിൽ നിങ്ങൾ ഭയത്തിന് പകരം ദൈവത്തിൽ വിശ്വസിക്കുക. യേശുവിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. യേശുവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അകാരണമായ ഭയം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പിശാചെന്ന് പറയുന്ന ശത്രു ശ്രമിക്കും. ആ പിശാചിൻ്റെ തന്ത്രത്തെ മനസ്സിലാക്കി അവനോട് എതിർത്ത് നിൽക്കുക. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ജീവിതം സന്തോഷിക്കാൻ തീരുമാനിക്കുക, സമാധാനം അനുഭവിക്കാൻ തീരുമാനിക്കുക. ഇതാണ് നിങ്ങളുടെ മനസ്സിന് ചെയ്യാൻ കഴിയുന്നത്. മറ്റുള്ള നിങ്ങളെ വലിച്ചു താഴ്ത്താൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് വിട്ടുമാറുക. നിങ്ങളെ കാലെ പിടിച്ച് വലിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളോട് അസൂയുള്ള മനുഷ്യരുമായിട്ട് ചങ്ങാത്തം പാടില്ല. അവരിൽ നിന്ന് വിട്ടുമാറുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യരുമായി, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരുമായി കൂട്ടുകൂടുക. സമാധാനത്തോടെ ജീവിക്കുക. മറ്റുള്ളവരോട് ചെയ്ത അന്യായങ്ങൾ ക്ഷമിച്ച് അതിനെ വിട്ടുകളയുക. അവരോട് പിന്നീട് സമ്പർക്കത്തിന് അധികം പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ക്ഷമിച്ച് കളയുക. ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഓരോ സമയവും ആ ചിന്ത വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും അവരെ ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആ വിഷയം നിങ്ങൾ മറന്നുപോകും. അപ്പോൾ മറ്റുള്ളവർ ചെയ്ത ദോഷത്തിൻ്റെ പേരിൽ നിങ്ങളുടെ മനസ്സിനെ പിശാച് വേട്ടയാടുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുവാൻ അനുവദിക്കരുത്. അപ്പോൾ മാനസിക സന്തോഷം നിങ്ങൾ തീരുമാനമെടുക്കുക പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമാധാനവും നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ പിശാച് അത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് ദൈവം കർത്താവ് യോഹന്നാൻ 14:1 പറയുന്നു. അതുകൊണ്ട് മനസ്സിനെ കലക്കരുത്, സമാധാനം അനുഭവിക്കുക. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ആത്മാവിൻ്റെ മനസ്സിൻ്റെയും കാര്യം പറഞ്ഞു. ഇനി ശരീരത്തിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ ശരീരം അമിത ഭക്ഷണം കൊണ്ട് നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. നിങ്ങൾ എക്സ്ക്യൂസുകൾ പറയുന്ന പരിപാടി നിർത്തുക. നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത്, ഇതുകൊണ്ടാണെന്നും ഒന്നും എക്സ്ക്യൂസ് പറയരുത്. നിങ്ങൾ അമിത ഭക്ഷണവും നിങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണ രീതിയും കാണുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കുകയും ആ ശരീരം അനങ്ങാതിരിക്കുകയും കാർബോഹൈഡ്രേറ്റും മറ്റും ധാരാളം ചോറ് വാരി ഉണ്ണുകയും കഴിച്ചിട്ട് നിങ്ങൾ വേറെ മുടന്തൻ ന്യായങ്ങൾ പറയരുത്. അത് നിങ്ങളെ കൊന്നുകളയും. അതുകൊണ്ട് ശരീരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആരോഗ്യകരമായ ഭക്ഷണശീലം നിങ്ങൾ ഇന്ന് ആരംഭിക്കുവാൻ തീരുമാനിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ തീർച്ചയായും ഓരോ നേരവും പ്രോട്ടീൻ, അതുപോലെ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ പ്രധാനമായും നമ്മൾ സാധാരണ കേരളത്തിൽ കഴിക്കുന്ന ഭക്ഷണം കാർബോഹൈഡ്രേറ്റാണ്, ചോറും ചപ്പാത്തിയുമൊക്കെയാണ്. എന്നാൽ അത് ഏറ്റവും കുറച്ചിട്ട് എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീൻ്റെ അംശം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പയറുവർഗ്ഗങ്ങളോ മുട്ടയോ ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ്, അത് ഈ മുട്ടയിലുണ്ട്, പ്രോട്ടീനും ഹെൽത്തി ഫാറ്റും മുട്ടയിലുണ്ട്. അതുപോലെ നല്ലതാണ്, തേങ്ങ നല്ലതാണ്, അവക്കാഡോ നല്ലതാണ്, വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം, നെയ്യുമൊക്കെ പാകത്തിന് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ പഞ്ചസാരയും കൃത്രിമ മധുരങ്ങളും കൃത്രിമ പാക്കറ്റിൽ വരുന്ന ബേക്കറി സാധനങ്ങളും എല്ലാം മേടിച്ച് തിന്നുന്ന
പരിപാടി നിർത്തുകയോ ഏറ്റവും കുറയ്ക്കുകയോ ചെയ്യുക. എന്നിട്ട് ശരീരം അനങ്ങുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പണ്ടത്തെ മനുഷ്യൻ ശരീരം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ ദൈവം നിയോഗിച്ചതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് മേലനങ്ങാതിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ളത് നല്ല കാര്യമായിട്ടും നല്ല കാലം വന്നതുകൊണ്ടാണെന്നും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നല്ല കാലമല്ല. പണ്ടത്തെ കാരണവന്മാർക്ക് അതുപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുമ്പോഴായിരുന്നു. എന്നാൽ ആ അവസ്ഥ മാറിയിട്ട് ഫാനിൻ്റെ അടിയിലിരുന്നും ഒക്കെ ജീവിക്കാൻ കഴിയും, ഇരുന്നുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയും, വേർക്കാതെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അത് നല്ല കാലമാണെന്ന് കാരണവന്മാർ കരുതിയിൽ തെറ്റില്ല. പക്ഷേ ശരീരം അനുകരണമെന്നുള്ളത് ശരീരത്തിൻ്റെ നിയമമാണ്. നിങ്ങൾ ശരിയായി ശരീരത്തെ അധ്വാനിപ്പിക്കണം. അതുകൊണ്ട് തീരുമാനമെടുക്കുക. എക്സസൈസ്, നടപ്പ്, ഓട്ടം എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഇന്ന് തുടങ്ങാൻ തീരുമാനിക്കുക. ഇതുവരെ നടക്കാത്ത ആളാണെങ്കിൽ ഒരു 2 കിലോമീറ്ററെങ്കിലും നടക്കാൻ തീരുമാനമെടുക്കുക. ഇതുവരെ അല്പം നടക്കുന്ന ആളാണെങ്കിൽ ആ നടപ്പ് കുറച്ചുകൂടെ ദീർഘിപ്പിച്ച് ഇടയ്ക്ക് മലയൊക്കെ കയറ്റങ്ങൾ കയറി നടക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇനി അങ്ങനെ നടക്കുന്ന ആളാണെങ്കിൽ കുറച്ച് നേരമെങ്കിലും ഒരു 2 കിലോമീറ്ററോ അല്ലെ ആദ്യം ഒരു 1/2 കിലോമീറ്ററെങ്കിലും ഓടാൻ പറ്റുമോ എന്ന് നോക്കുക. പതുക്കെ ഓടിയാൽ മതി, വളരെ പതുക്കെ ഓടിയാൽ മതി. ഓടാൻ പറ്റുമോ എന്ന് നോക്കുക. 1/2 കിലോമീറ്റർ ഓടുന്ന ആൾ അത് 1 കിലോമീറ്റർ ആക്കുക, 2 കിലോമീറ്റർ ആക്കുക. നമ്മുടെ ശരീരത്തെ മെച്ചപ്പെടുത്തുക. ശരീരത്തിൻ്റെ മസിലുകൾക്ക് പ്രായം ചെല്ലും മനുഷ്യൻ്റെ ലോഞ്ചവിറ്റി, മനുഷ്യൻ്റെ ദീർഘായുസ്സിന് വേണ്ട ഒരു അവയവമാണ് മസിലുകളെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പ്രായം ചെല്ലുന്നവരുടെ പല വേദനകളും പല പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം അവരുടെ മസിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ മസിലുകൾ ശരീരത്തിൻ്റെ ദീർഘായുസ്സിനെ തരുന്ന ഒരു അവയവമാണ്. അതുകൊണ്ട് മസിലുകൾ ഉണ്ടാക്കാനായിട്ട് ശരീരത്തിൻ്റെ മസിലുകളെ അധ്വാനിപ്പിക്കുക, പ്രവർത്തിപ്പിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാർഡിയാക്ക് എക്സർസൈസുകൾ ചെയ്യുക, നടപ്പോട്ടം പോലെയുള്ളവ ചെയ്യുക. പിന്നെ മസിലുകൾക്ക് വേണ്ടി ഓരോ മസിലിനെയും ചുരുക്കുകയും മടക്കുകയും ചെയ്യുന്ന എക്സർസൈസുകൾ, വെയ്റ്റ് ട്രെയിനിങ് നമ്മൾ ശീലിക്കേണ്ടത് ആവശ്യമാണ്. അത് ചെയ്യുക, അതും കുറച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ നമുക്ക് ആരോഗ്യകരമായ ഒരു ശരീരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അമിത ഭക്ഷണം കൊണ്ടും അപ്പൻ്റെ അലസത കൊണ്ടും അപ്പൻ്റെ മടി കൊണ്ടും നേരത്തെ അപ്പം പോയെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനത് നഷ്ടമാണ്. മക്കൾക്ക് സന്തോഷമല്ല, ഭാര്യയ്ക്ക് സന്തോഷമല്ല. അതുപോലെ തന്നെ അമ്മയുടെ അലസത, അമ്മയുടെ അമിത തീറ്റയും മൂലം അമിത തീറ്റയും ശരീരം അനങ്ങാതെ അമ്മ TV സീരിയലുകൾ കണ്ട് കിടന്നതുകൊണ്ട് അവസാനം അമ്മ നേരത്തെ പോയെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു പിള്ളേർക്കും മക്കൾക്കും നല്ലതല്ല. ഇവർ ദീർഘായുസ്സോടെ ഇരുന്ന് മക്കളുടെ മക്കളെയും മക്കളുടെ 4 തലമുറ വരെയും കാണാനുള്ള അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും അലസതയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ ഓർത്തെങ്കിലും ഇന്ന് മേലൊന്ന് അനങ്ങാൻ തീരുമാനിക്കുക, നടക്കാൻ തീരുമാനിക്കുക, ഓടാൻ തീരുമാനിക്കുക, എക്സർസൈസ് ചെയ്യാൻ തീരുമാനിക്കുക, ജിംനേഷ്യത്തിൽ പോകാൻ തീരുമാനിക്കുക. എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. ഈ വർഷം അടുത്ത വർഷം നിങ്ങൾ നോ പെയിൻ നോ ഗെയിൻ ഒരു കഷ്ടപ്പെടാൻ തീരുമാനിക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി കുറച്ച് ചെറിയ ട്രെയിനിങ്ങിൻ്റെ പെയിൻ എടുക്കാൻ തീരുമാനിച്ചാൽ സന്തോഷവും ആത്മസംതൃപ്തിയും വലിയ ഗെയിനും നിങ്ങൾക്ക് നേടാൻ കഴിയും. അനാവശ്യമായ പല ദുഃഖങ്ങളും പല രോഗങ്ങളും പല വേദനകളും ഒഴിവാക്കാൻ കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയും. ഒരു നല്ല വർഷം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇത് നിങ്ങൾ വചനം കേട്ടിട്ട് ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇത് നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾ പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടി വരും. നിങ്ങൾക്ക് ഇത് സ്വീകരിക്കുവാനും ഇത് പ്രവർത്തിക്കുവാനുമുള്ള ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല വർഷം, നല്ല ഭാവി നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ആൻഡ് ബ്ലെസ്സഡ് ആൻഡ് ഹെൽത്തി ന്യൂ ഇയർ 2025 to you and to your family. God bless you.